സിനിമാ സെറ്റിലെ മുഴുവൻ പേരും തൂഫാൻ വാരിയേഴ്സ്. തൂഫാൻ വാരിയേഴ്സായി ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും. ജൂലൈ 2 രാവിലെ ചിത്രാഞ്ജലിയിൽ ഒരു വലിയ ചരിത്രത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. സിനിമാ സെറ്റിലെ മുഴുവൻ പേരും തൂഫാൻ വാരിയേഴ്സായി മാറുന്ന അപൂർവ രംഗം. തൂഫാൻ വാരിയർമാരായി ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും. മംഗളം ടിവിയാണ് സിനിമയുടെ മീഡിയ പാർട്ണർ. ഒരു മാധ്യമ സ്ഥാപനവും സിനിമയിലെ അണിയറ പ്രവർത്തകരും തൂഫാന്റെ ഭാഗമാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനം എന്ന ചിത്രത്തിന്റെ മുഴുവൻ താരങ്ങളും അണിയറ പ്രവർത്തകരുമാണ് തൂഫാൻ വാരിയർമാരായി ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കാണാൻ ലോകം മുഴുവൻ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഓർക്കുന്നത്. ആ പേര് തന്നെ ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നു. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളാണ്. തവണ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഒരു വർഷത്തേക്ക് പോകരുത് എന്നുള്ള നിഷ്കർഷതയുള്ളതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നിട്ടുള്ളത്. അടുത്തവണ മധുപാലു കൂടി എൻ്റെ കൂടെ ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമി അനുഗ്രഹം തേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ യുവത്വത്തെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ, രാസലഹരിക്കെതിരെ കേരള ഗവൺമെൻറ് ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി നടപ്പാക്കുക. ഇന്നത് ഒരു മാസമാവുകയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2-ാം തീയതിയാണ്, ജൂലൈ 2 ഒരു മാസമാണ്. ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ അത്ഭുതകരമായ നിലയിൽ ഈ രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും മാഫിയകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഗവൺമെൻറ്. അപ്പോൾ അതിന് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഹരിവരാസനം ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സൈജു കുറുപ്പിനൊപ്പം ചിത്രത്തിന്റെ സംവിധായകൻ രാജേഷ് നായർ, നിർമ്മാതാവ് അജിത് വിനായക, തിരക്കഥാകൃത്ത് കെ അമ്പാടി, നായിക സിത്താര വിജയൻ, ഛായാഗ്രഹൻ സജാദ് കക്കൂർ, കലാസംവിധായകൻ രാഖിൽ എന്നിവർ മന്ത്രിയിൽ നിന്നും തൂഫാൻ വാരിയർ ബാഡ്ജും സ്വീകരിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നത്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെ ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത് വിനായക ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. മലയാളത്തിൽ 13 പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് 14 സിനിമയാണിത്. അപ്പം ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, അങ്ങനെ ഒരു ഭാഗ്യം അയ്യപ്പൻ്റെ സ്വാമിയേ ശരണയ്യപ്പ അതുപോലെ രമേശ് സാറ് എൻ്റെ വലിയ പദ്ധതി
ഈ തൂഫാനെതിരെയുള്ള, സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ ഇതിനു മുമ്പും കുബേരയ്ക്കെതിരെ സാറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നു. അതുപോലെ അതിച്ചേട്ടൻ, മണിമല രാജേട്ടൻ, സൈജു, എൻ്റെ രണ്ടാമത്തെ സിനിമയിലാണ് സൈജു. ഇങ്ങനെ നിലവിലുള്ള ഒരുപാട് കരമന, ഇതേപോലെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് സാറ് ഈ പറഞ്ഞ തൂഫാൻ അത് വൻ വിജയമാവും. ഇനി വരുന്ന തലമുറകൾക്ക് നമുക്കിങ്ങനെയുള്ള ഒരു നാശങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ നാമത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൻ വിജയമാകട്ടെ. ഇതിൻ്റെ കൂടെ ഉള്ളവരെല്ലാം, ഈ തൂഫാനിലുള്ളവരെല്ലാം വളരെ സ്ട്രിക്റ്റായിരിക്കണം. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പാടി കൊടുക്കും. എന്നെ മാത്രം ഇതിന് ഒഴിവാക്കി. എനിക്ക് തെറ്റിലഴിഞ്ഞാണ് തിരികെ പഠിക്കുന്നത്. ഒന്നും വേണ്ട, അല്ലൊന്നും കാര്യമില്ല. ഞാൻ മുളക് കടിക്കുന്ന ആളായിരുന്നു. 2022 ഇതെല്ലാം നിർത്തിയല്ല എനിക്ക് അസുഖം ജനിച്ചു. എന്നിട്ടും ഒരു വണ്ടി തെറ്റിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ വെള്ളം അടിച്ച് വണ്ടി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഭാഗ്യം വെച്ചിട്ട് വണ്ടി ഓടിക്കുക ഭയങ്കര എല്ലാം ചെയ്യാം. എന്തായാലും വളരെ സന്തോഷം. ഇന്നിങ്ങനെ ഒരു നല്ല ഐശ്വര്യമായിട്ട് സാർ എന്നെ വന്നതൊക്കെ ചെയ്തത്. എല്ലാ ആശംസകളും വിജയങ്ങൾ നേരുന്നു. അതുപോലെ സ്വാമി അയ്യപ്പൻ ഈ പടത്തിൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. വിവിധ മേഖലകളിലുള്ള ആൾക്കാർ തുഫാൻ വാരിയേഴ്സായിട്ട് വന്ന് അതിനോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് വളരെ ആശാവഹമായിട്ടുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹരിവരാസനത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് സിനിമ നമുക്കറിയാം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം. സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. സിനിമയിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷേ സിനിമ ഒരു ഗ്ലാമർ മേഖലയായതുകൊണ്ട് മറ്റ് മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മീഡിയ അറ്റൻഷൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ അറ്റൻഷൻ പലപ്പോഴും സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് തന്നെ ചില മാറ്റങ്ങൾ തുടങ്ങുന്നത് നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയിലെ എല്ലാ ആൾക്കാരും, ഇതൊരു ദൈവസന്നിധിയിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകരും, കാസ്റ്റും ക്രൂ, എല്ലാ ആൾക്കാരും ഈ ഒരു മഹത് ലക്ഷ്യത്തോട് അണിനിരന്നു തുഫാൻ വാരിയേഴ്സായിട്ട് ഇതിനകത്ത് അണിനിരക്കാം. അജിത് വിനായക ഫിലിംസ് എത്രത്തോളം പ്രൊഫഷണലാണ് എന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരിക്കൽ നിങ്ങൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രൊഫഷണലാസ് മനസ്സിലാക്കുന്നത്. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. അതായത് ഇറ്റ്സ് നോട്ട് ഈസി. അതായത് ഇത്രയും വലിയൊരു സെറ്റിലാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹരിവരാസനം തിയേറ്ററിൽ വന്ന് കാണണം. സിനിമയുടെ ആവശ്യത്തിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തയ്യാറാക്കിയ ശബരിമലയുടെ സെറ്റിൽ 18ാം പടിക്ക് മുന്നിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന പോലീസ് മേധാവി തലത്തിലുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലഹരിയില്ലാത്ത സിനിമാ സെറ്റ് എന്ന സന്ദേശമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. സമൂഹത്തെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ സിനിമാ മേഖലയുടെ പങ്കാളിത്തം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപങ്കാളിത്തം വിപുലപ്പെടുത്തുന്നതിനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് പുതിയ ഊർജ്ജം പകരുകയാണ് ഈ മാതൃകാപരമായ നീക്കം. ഒരു സിനിമാ സെറ്റിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് തൂഫാൻ വാരിയേഴ്സായി പ്രതിജ്ഞ ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പുതിയ പ്രചോദനമാവുകയാണ്. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ വാരിയറിന് പിന്തുണ പ്രഖ്യാപിച്ച് മലയാള സിനിമയിൽ ആദ്യമായി ഒരു സിനിമയിലെ എല്ലാ താരങ്ങളും അണിയറ പ്രവർത്തകരും ഒന്നിച്ചിറങ്ങി എന്നത് മാത്രമല്ല, പ്രതിജ്ഞയെടുത്ത് മറ്റുള്ളവരും അതിന് മാതൃകയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.